ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. അതായത് എന്താണ് ഇതിന്റെ മീനിങ്? y സമ എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് സമ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ്. ഈ ഗ്രാഫിന് ഒരു സ്ലോപ്പ് ഉണ്ടാവും. സപ്പോസ് ഇതൊരു ഗ്രാഫാണ്, ഇത് ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഗ്രാഫാണ്. ഇതിന് ഒരു സ്ലോപ്പ് ഉണ്ടാവും, മനസ്സിലായോ? സ്ലോപ്പിന്റെ ഫോർമുല ഉണ്ടാവും. ആ ഫോർമുല നമ്മൾ കണ്ടെത്തണം. അതാണ് ഡെറിവേറ്റീവ്. അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷൻ പഠിച്ചു. എന്താണ്? എഫ് പ്രൈം ഓർ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ലിമിറ്റ്. നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് പാർട്ട് കണ്ടില്ലെങ്കിൽ ഇത് മനസ്സിലാകും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം ഇത് കാണുക. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, എച്ചിന്റെ വാല്യൂ 0ലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കാണും, അല്ലെങ്കിൽ സ്ലോപ്പിന്റെ ഫോർമുല കാണാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ചെയ്യുമ്പോൾ ആദ്യം എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതാം. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ ദീസ് ആണ്. ഈ സെക്കൻഡ് പാർട്ട് എന്താണ്? ക്വസ്റ്റ്യൻ തന്നെയാണ് സാർ. എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട് ഇവിടെ ഒരു എക്സ് പ്ലസ് എച്ച് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? എക്സ് പ്ലസ് എച്ച്. അതെന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും? എക്സിന്റെ പ്ലേസിൽ എക്സ് പ്ലസ് എച്ച് കൊടുക്കുക. ദാറ്റ് ഈസ് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് 1. ദെൻ വാട്ട് ഈസ് ദിസ്? ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെയാണ്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് എക്സ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു 1 ഉണ്ട്, 1. ഓക്കെ, സോ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു സംഭവം നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന്റെ പ്ലേസിലും എക്സ് സ്ക്വയർ പ്ലസ് 1 നമ്മൾ എഫ് ഓഫ് എക്സിന്റെ പ്ലേസിലും കൊടുക്കണം. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2എക്സ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 1 അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 2എക്സ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 1 മൈനസ് ഇതെന്താണ്? എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ, അതൊരു ബ്രാക്കറ്റിനകത്ത് ഇടണോ? എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എച്ച്. അപ്പം ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരേപോലത്തെ ഉള്ളത് വെട്ടിപ്പോവും. ഇവിടെ ഈ മൈനസ് നമ്മൾ അകത്തേക്ക് എടുക്കും, ഇത് മൈനസ് എക്സ് സ്ക്വയർ ആവും. മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ ഈ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ ഇത് മൈനസ് 1 ആവും. ഓക്കെ, സോ ഈ പ്ലസ് 1 മൈനസ് 1 വെട്ടിപ്പോവും. മൈനസ് എക്സ് സ്ക്വയറും ഇവിടെ പ്ലസ് എക്സ് സ്ക്വയറും വെട്ടിപ്പോവും. സോ ഫൈനലി വി റീച്ച് ഹിയർ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഓക്കെ, ബാലൻസ് ഇവിടെ എന്താ ഉള്ളത്? ബാലൻസ് ഉള്ളത് 2xh ഉണ്ട്, ഒരു എച്ച് സ്ക്വയർ ഉണ്ട്, കണ്ടോ? സോ 2xh പ്ലസ് എച്ച് സ്ക്വയർ, അത് മുകളിൽ ഡിവൈഡഡ് ബൈ എച്ച്. ക്ലിയർ? ഇവിടെ ഈ 2xh പ്ലസ് എച്ച് സ്ക്വയറിന് എച്ച് കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്താൽ ദിസ് ബിക്കം എച്ച് കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തു. സോ 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച്. സോ ആ മുകളിലും താഴെയുള്ള എച്ച് വെട്ടിപ്പോവും. ഓക്കെ, സോ ഫൈനലി നമ്മൾ എവിടെ എത്തിച്ചേർന്നു? എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. എവിടെ എത്തിച്ചേർന്നു? 2x പ്ലസ് എച്ച്, 2x പ്ലസ് എച്ച്. സോ 2x പ്ലസ് എച്ച്, 2x പ്ലസ് എച്ച്. then put direct method h നെ 0 എന്ന് കൊടുക്കണം. so 2x plus 0. The final answer is 2x. So this is the derivative of the function f of x. എന്തായിരുന്നു ഫംഗ്ഷൻ? x square plus 1. okay, clear? മനസ്സിലായോ? Similarly, you can find other result. മറ്റ് കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ കണ്ടെത്താൻ സാധിക്കും. അതൊക്കെ നമ്മൾ +1 ൽ പഠിച്ചതാണ്, അതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്നൊക്കെ.
അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഇതിനൊരു ഫോർമുലയുണ്ട്. അതിൻ്റെ ഫോർമുല എക്സ് റേസ് ടു എൻ എന്നാണ്. എക്സ് റേസ് ടു എൻ എന്ന് വെച്ചാൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റെപ്പുകളൊന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ ഉത്തരം കാണാമായിരുന്നു. നമ്മുടെ ചോദ്യം എന്തായിട്ട് എടുക്കണം? ചോദ്യം y സമം എക്സ് സ്ക്വയർ പ്ലസ് 1. 1നെ മൈൻഡ് ചെയ്യണം, കാരണം ഒരു സംഖ്യയുടെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ അത് നോക്കണം. അപ്പോൾ y സമം എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം ഉത്തരം എന്തായിരിക്കും? മുകളിൽ കിടക്കുന്ന n ആദ്യം എഴുതണം. സോ ഇവിടെ എക്സ് സ്ക്വയറിന്റെ 2 ഞാൻ ആദ്യം എഴുതി, എക്സ് എഴുതി. ദെൻ ആ എന്നിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ 2ൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ എന്ത് കുറയ്ക്കും? 2 മൈനസ് 1. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 2x റേസ് ടു 1 ഈക്വൽ ടു 2x. ഉണ്ടോ? അപ്പോൾ നമ്മളൊരു ഫോർമുല, ഈ ഫോർമുല നമ്മൾ ഈ ജനറൽ ഫോർമുല പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഇത്രയും ചെയ്യാതെ തന്നെ 2x എന്ന ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. എന്നിട്ട് പഠിച്ചു എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. സോ പ്ലീസ് നോട്ട് ദിസ് ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്യണം, ഫസ്റ്റ് ഫോർമുല. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ our function is generally the f of x is equal to x raised to n. F of x is equal to x raised to n. Then what is f of x plus h? X plus h. എന്തായിരിക്കും? It's very simple. That is x plus h whole raised to n. Clear? Then according to formula, f dash x or f prime x is equal to, എന്താണ് നമ്മുടെ ഫോർമുല? ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h. So according to this formula, ഈ ഫോർമുല പ്രകാരം നമ്മുടെ ഉത്തരം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് h tends to 0. What is f of x plus h? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ x plus h whole raised to n. x plus h whole raised to n. Okay. Minus, what is f of x? The question itself, x raised to n. x raised to n. Divided by what? താഴെ എന്താണ്? h. ഓക്കെ, ഇവിടം വരെ എത്തി നിർത്തിയേക്കാണ്. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിമിറ്റിന്റെ ഒരു ഫോർമുല 11ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റിന്റെ ഒരു ഫോർമുല. ആ ലിമിറ്റിന്റെ ഒരു ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെയാണ്, വേറൊരു കളറിൽ എഴുതാം. ഫോർമുല ഇതാണ്. ലിമിറ്റ് x tends to a, x tends to a, x raised to n minus a raised to n divided by n minus a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? n ഇൻറ്റു a raised to n minus 1. ഇത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഫോർമുല ലിമിറ്റിന്റെ, ഇത് ലിമിറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിച്ചിരിക്കുന്നതാണ്. ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഫോർമുലയിൽ പറയുന്ന കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോർമുലയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ this is x minus a കേട്ടോ. this is x minus a. okay, not n, x minus a. മുകളിലുള്ള ഇവിടത്തോളം x ഉം താഴത്തെ x ഉം സെയിം ആയിരിക്കണം. മുകളിൽ x raised to n, ഈ n ഉം സെയിം ആയിരിക്കണം. ഇവിടെ എഴുതിയ സംഖ്യ തന്നെ താഴെ വരെയും വേണം. ഇവിടെ നോക്കൂ, ഇവിടെ n ഉണ്ട്, ഇവിടെ n ഉണ്ട്, അത് ഓക്കെ. മുകളിൽ എഴുതിയ സംഖ്യയിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നോക്കേ. x plus h മൈനസ് എക്സ്, അങ്ങനെയാണ് താഴെ കിടക്കണം. കണ്ടോ, മുകളിലുള്ള രണ്ടുപേര് തമ്മിൽ ഇത് കുറയ്ക്കുന്നത് പോലെ തന്നെയാണ് താഴെ പവർ ഇല്ലെന്നുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് എച്ച്, ഇപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് എച്ച് എക്സ് കുറയണം. അപ്പോൾ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എക്സ് വേണ്ടി ഇപ്പോൾ എച്ച് തന്നെ അല്ലേ. അപ്പോൾ ആക്ച്വലി എച്ചിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സിന് എഴുതാൻ പറ്റും. സോ ദിസ് ഇക്വേഷൻ ബിക്കം ലിമിറ്റ് h tends to 0 x plus h whole raised to n minus x raised to n divided by, താഴെ എന്താണ്? h ന് പകരം എന്ത് എഴുതാണ്? ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ എന്താക്കി എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ്. ഓക്കെ, സോ നമ്മുടെ ഫോർമുല പോലെയായി. ഇവിടെ മുകളിൽ ഒരാൾ, താഴെ അത് തന്നെ. ഇവിടെ മൈനസ് എക്സ്, താഴെയും അത് തന്നെ. മുകളിൽ രണ്ട് സെയിം പവർ. ബട്ട് നിങ്ങൾ ഇവിടുത്തെ വാല്യൂ ശ്രദ്ധിച്ചോ. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ എക്സ് ടെൻസ് ടു എ ആയിരിക്കണം. എക്സ് ടെൻസ് ടു എ ഉണ്ടോ? അതായത് ഇവിടെയുള്ളത് ഫസ്റ്റത്തെ ഈ കിടക്കുന്ന ആള് ടെൻസ് ടു ഇങ്ങോട്ടായിരിക്കണം, സെക്കൻഡ് ആളിലേക്കായിരിക്കണം. അപ്പോൾ നമ്മൾ ആ ലിമിറ്റിന് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. സോ ലിമിറ്റ് ചേഞ്ച് ഇൻ ടു ലിമിറ്റ് മാത്രം സാർ ഇവിടെ എഴുതുന്നുള്ളൂ. ചേഞ്ച് ഇൻ ടു എച്ച് ടെൻസ് ടു 0 എന്നതിന് പകരം എന്ത് എഴുതണം? എക്സ് പ്ലസ് എച്ച് ടെൻസ് ടു വാട്ട് എന്താണ് എഴുതേണ്ടത്? എക്സ് പ്ലസ് എച്ച് ടെൻസ് ടു, ഇവിടെ കിടക്കുന്നത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എക്സ് ടെൻസ് ടു എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ എ അല്ല, നമ്മളിവിടെ എന്താണ്? എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് എച്ച് ടെൻസ് ടു എന്ത് എഴുതണം? എക്സ്. ക്ലിയർ ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എക്സ് പ്ലസ് എച്ച് ടെൻസ് ടു എക്സ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എച്ച് ടെൻസ് ടു 0. എച്ചിന്റെ വില 0-ന് ഈക്വൽ ആണ്. കാരണം ആലോചിച്ച് നോക്കിയേ, സപ്പോസ് എക്സ് പ്ലസ് എച്ചിന്റെ വില എക്സ് ആവണമെങ്കിൽ എച്ച് എന്തായിരിക്കണം? 0. മനസ്സിലായോ? എച്ച് 0 ആയാലല്ലേ എക്സ് പ്ലസ് 0 എക്സ് ആവുള്ളൂ. അപ്പൊ എച്ച് ഗീവ്സ് 0, എച്ച് ടെൻസ് ടു 0 എന്ന് പറയുന്നതും എക്സ് പ്ലസ് എച്ച് ടെൻസ് ടു എക്സ് എന്ന് പറയുന്നതും സെയിം ആണ്. പക്ഷെ ഇങ്ങനെ എഴുതിയാലാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതും കൂടി ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ലുക്സ് ലൈക്ക് ദ ലിമിറ്റ്. അപ്പോൾ ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് ഈ ഫോർമുല ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y is equal to 3x². ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു. 3 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്, അത് മാറ്റിയിടുക. ഇൻറ്റു നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഫോർമുല പ്രകാരമാണെങ്കിൽ x⁻n, അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ മുകളിൽ കിടക്കുന്ന സംഖ്യ n, x⁻, അതിൽ നിന്നൊരു 1 കുറവ്. സോ ഹിയർ x² ആണുള്ളത്. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മുകളിൽ കിടക്കുന്ന സംഖ്യ 2, പിന്നെ പുറത്ത് കിടക്കുന്ന വേരിയബിൾ x, then 2 - 1. സോ വെരി സിമ്പിൾ, ദ ആൻസർ ഇസ് 6x. കണ്ടോ? സിമിലർലി ഫോർ എക്സാമ്പിൾ x⁻7, അതിന്റെ ഡെറിവേറ്റീവ് ആണ് വെരി സിമ്പിൾ, 7x⁻6. ക്ലിയർ ആണോ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് കണക്കുകൾ ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഫോർമുല പഠിക്കാം. ഡെറിവേറ്റീവ് ഓഫ് 1/x. സപ്പോസ് എ ഫംഗ്ഷൻ, ഞാൻ ഈ f(x)ന് പകരം y എന്ന് എഴുതാം, f(x) എന്ന് എഴുതാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ y എന്ന് എഴുതുള്ളൂ. ഇപ്പോൾ f(x) എന്ന് എഴുതിപ്പോൾ f(x) is equal to 1/x. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ f(x plus h) കാണാം. f(x plus h). വാട്ട് ഈസ് f(x plus h)? x plus h എന്തായിരിക്കും? 1 divided by x plus h. x plus h. ഓക്കെ, ക്ലിയർ? ദെൻ നമുക്കിവിടെ ഫോർമുലയിൽ എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്? f(x plus h), ഓക്കെ, മൈനസ് f(x). ഇത് നമുക്ക് ചെയ്യണ്ടേ? നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ ചെയ്യാം. സോ 1/x plus h. ഇതെല്ലാം ചെയ്ത് ലാസ്റ്റ് നമുക്ക് അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. x plus h മൈനസ് 1/x. അപ്പൊ ഒരിക്കലും നമുക്ക് എന്താണ്, എന്റെ ഡിനോമിനേറ്റർ സെയിം അല്ല, അതുകൊണ്ട് നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x into 1 x, ഓക്കെ, മൈനസ് x plus h into 1 x plus h ഡിവൈഡഡ് ബൈ, ദെൻ ഇവർ തമ്മിൽ ഗുണിക്കുക. സോ x ഇൻറ്റു എന്താണ്? x plus h. ഓക്കെ, ക്ലിയർ? സോ മുകളിൽ ഇപ്പം എന്താവും? മുകളിൽ ബിക്കം x മൈനസ് h, ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെയോ x ഇൻറ്റു x പ്ലസ് h ആണ് അല്ലേ താഴെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ ഇടാം. അത് കിടന്നോട്ടെ, നമുക്കൊന്നും ചെയ്യാനില്ല. x ഇൻറ്റു x പ്ലസ് h.
ഓക്കെ, മുകളിലെ എക്സും പോസിറ്റീവ് എക്സും മൈനസ് എക്സും വെട്ടിപ്പോയി. സോ ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിലേക്ക് വരാം. അവർ എഫ് ഡാഷ് എക്സ് ഇസ് ഇക്വൽ ടു വാട്ട്? ലിമിറ്റ് x tends to h tends to 0 f of x plus h minus f of x whole divided by h. Okay, so according to this formula നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് h tends to 0 f of x plus h minus f of x ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയത് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് എന്നുള്ള അതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് അതവിടെ എഴുതാം. മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എന്താണ്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. ഇത് മുകളിലത്തെ മാത്രമാണ്, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് എക്സ് കുറച്ചപ്പോൾ കിട്ടിയത്. താഴത്തെ എച്ചിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആ എച്ച് നമ്മൾ താഴേക്ക് എടുത്തെഴുതി. ഓക്കെ, സോ ഇവിടെ മുകളിൽ ഒരു ഭിന്നസംഖ്യ വന്നു, ഒരു മുകളിലും താഴെയുള്ള റാഷണൽ നമ്പർ, താഴെ ഒരു സംഖ്യ. അപ്പോൾ ആ താഴെയുള്ള സംഖ്യയുടെ താഴെ ഒരു 1 ഇട്ടതിന് ശേഷം തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് നോക്കാം. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ലിമിറ്റ് h tends to 0 ഇവിടെ മുകളിൽ കിടക്കുന്നത് എന്താണ്? മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. So it become minus h divided by x into x plus h into താഴെയുള്ള h മുകളിലോട്ട് എടുത്ത് എന്താണ്? 1 by h. So what happened? This h get cancelled. So it become minus 1. So this is equal to limit h tends to 0 minus 1. This is minus 1. Minus 1 divided by x into x plus h. Okay, so h നമ്മൾ 0 എന്ന് കൊടുത്തു കഴിയുമ്പോൾ this is equal to minus 1 divided by x into x plus 0. x into x plus 0. So this become minus 1 divided by x square. Okay, so this is a formula. ഇതൊരു ഫോർമുലയാണ്. എന്താണ് ഫോർമുല? ഡെറിവേറ്റീവ് നമ്മൾ d by dx എന്നാണ് എഴുതുക ഡെറിവേറ്റീവിന്. ഓക്കെ, d by dx ഓഫ് വാട്ട്? 1 by x എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യേണ്ടി വന്നാൽ the answer is minus 1 divided by x square. So please note it. This is the second formula. Okay, what is our first formula? First formula നമ്മൾ പഠിച്ചത് x raised to n ആണ്. അപ്പോൾ അതിനെങ്ങനെ? d by dx of x raised to n is equal to n into x raised to n minus 1. So please remember these two formula. നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ സൈൻ. അവർ ഫംഗ്ഷൻ is f of x is equal to sin x. എന്താണ് നമ്മുടെ ഫംഗ്ഷൻ? sin x ആണ്. sin x. f of x is equal to sin x. Then what is f of x plus h? x plus എന്തായിരിക്കും? x plus h. It is very simple. x ന്റെ പ്ലേസിൽ നമ്മൾ x plus h എന്ന് കൊടുത്താൽ മതി. x plus h. Sin of x plus h. Okay. Then according to our formula നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഇതിന് ഇത് കുറയ്ക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതായത് sin of x plus h minus sin x നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു ഫോർമുല അറിഞ്ഞിരിക്കണം. നമ്മൾ പ്ലസ് 1 പഠിച്ച ഫോർമുല എന്താണെന്നറിയോ? പ്ലസ് 1 നമ്മളിങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. സൈൻ എക്സ് മൈനസ് സൈൻ വൈ and it is equal to 2 cos x plus y by 2 sin x minus y by 2. ഇങ്ങനൊരു ഫോർമുല നിങ്ങൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നോക്കുക, ഓർത്ത് നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ എക്സ് എന്നുള്ള ആ ഒരു സ്ഥലത്ത് കിടക്കുന്ന ആള് എക്സ് പ്ലസ് എച്ച് ആണ്. ക്ലിയർ ആണോ? വൈ എന്ന പ്ലേസിൽ
ഈക്വേഷനിൽ കിടക്കുന്നത് എക്സും ആണ്. നമ്മളിവിടെ ഈ ഈക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടി കൂട്ടുന്നുണ്ട്. ഈ എക്സും വൈയും കൂടി കൂട്ടിയതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. കണ്ടോ? അപ്പോൾ കൂട്ടേണ്ട ഒരു സന്ദർഭം വരുന്നുണ്ട്, അത് നമ്മൾ കുറയ്ക്കേണ്ട ഒരു സന്ദർഭം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കൂട്ടി നോക്കാം. ഇതിപ്പോൾ തന്നെ അങ്ങോട്ട് കൂട്ടി നോക്കാം. അപ്പോൾ എക്സ് പ്ലസ് എച്ച് ഇവിടുത്തെ എന്താണ് പ്ലസ് എന്താണ് എക്സ് കൂട്ടുമ്പോൾ നമുക്ക് 2x പ്ലസ് എച്ച് കിട്ടും ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നോക്കാം. എക്സ് പ്ലസ് എച്ച് മൈനസ് ഇവിടെ ഉള്ളത് എക്സ്. സോ മൈനസ് മൈനസ് ഇപ്പോൾ ഇത് ആൻസർ എന്താണ് എച്ച് കിട്ടും. അപ്പം അത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിലേക്ക് ഇതിനെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു നമ്മുടെ ഫോർമുല? നമ്മുടെ ഫോർമുല എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് പ്രൈം എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ്, ഞാൻ വീണ്ടും വീണ്ടും എഴുതുന്നില്ല, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. ലിമിറ്റ്, സോ ലിമിറ്റ് h ടെൻസ് ടു 0 എന്താണ് നമ്മൾ സൈൻ എക്സ് പ്ലസ് എച്ച് അതിൻ്റെ ഈ ഇത്രയും ഭാഗങ്ങളാണ് അവിടെ വരേണ്ടത്. ഓക്കെ, സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ഓക്കെ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് അവിടെ വരേണ്ടത്. നമുക്ക് റെഡ് എടുക്കാം. ഇതിനകത്ത് ഇത്രയും പോർഷൻസ് ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തു. ഇതിന് ഇത് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടണം? ഇത് കിട്ടണം. സോ ദ ഫൈനൽ ആൻസർ ഈസ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്താണ് ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഫോർമുല അപ്ലൈ ചെയ്യണം. 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതിയാൽ മതി? 2x പ്ലസ് എച്ച് ഹോൾ ഡിവൈഡ് ബൈ 2. ഓക്കെ, അത് കഴിയും. സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ഇവിടെ നമ്മൾ എക്സ് മൈനസ് വൈ ബൈ ആദ്യമേ ചെയ്തു, അത് എച്ച് കിട്ടി. അപ്പോൾ സൈൻ എച്ച് എന്താണ് ബൈ 2. സോ ദിസ് ഈസ് ദ കറന്റ് സിറ്റുവേഷൻ. ഇവിടം വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇതിനകത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് h ടെൻസ് ടു 0 ഇവിടെ 2 പറഞ്ഞ പുറത്തിറങ്ങുമ്പോൾ കിടന്നോട്ടെ. കോസ് ഇവിടെ നിന്ന് നമുക്ക് 2h വെട്ടിക്കളയാം. 2x-ന് 2h വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 2 കോസ് എക്സ് ആവും. പ്ലസ് എച്ചിനെ വെട്ടാൻ പറ്റില്ലല്ലോ, അപ്പോൾ എന്താണ് h ബൈ 2 ഇൻറ്റു സൈൻ എന്താണ് h ബൈ 2. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എന്താണ് സാർ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു തിയറി പഠിച്ചിട്ടുണ്ട്. ലിമിറ്റിലെ തിയറി എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. സൈൻ തീറ്റ ബൈ തീറ്റ എന്തായിരിക്കണം? 1 ആയിരിക്കും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി സൈൻ തീറ്റയുടെ സ്ഥലത്ത് h ബൈ 2 ഉണ്ട്. ഈ ഇക്വേഷൻ്റെ താഴെ ഒരു h കിടപ്പുണ്ട് കേട്ടോ, അത് നമ്മൾ എഴുതിയില്ല, സോറി. ഇക്വേഷൻ താഴെ ഒരു h കിടപ്പുണ്ട്. അപ്പോൾ സൈൻ തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു 1 എന്ന് എനിക്ക് എഴുതാൻ പറ്റും, കാരണം ലിമിറ്റിൽ ഞാനത് പഠിച്ചിട്ടുള്ളതാണ്. സൈൻ തീറ്റ ബൈ തീറ്റ. ഇവിടെ പക്ഷേ സൈൻ h ബൈ 2 ഉള്ളൂ, താഴെ h ബൈ 2 ഇല്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 കൊണ്ട് ഇവിടെ ഹരിക്കും. മനസ്സിലായോ? ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഞാനിവിടെ എന്ത് ചെയ്ത് 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ ചെയ്തിരിക്കുന്നത് 2 കൊണ്ട് ഹരിക്കുകയല്ല, താഴെ ഞാൻ 2 കൊണ്ട് ഹാഫ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ആക്ച്വലി ദിസ് മീൻസ് ഇവിടെ 2 പ്രാവശ്യം എഴുതിയത് മീൻസ് h ഇൻറ്റു 1/2. ഓക്കെ, സോ താഴെ ഞാൻ 1/2 കൊണ്ട് ഗുണിച്ചപ്പോൾ അത് തന്നെ എനിക്ക് മുകളിലും ഗുണിക്കണം. സോ ഇൻറ്റു 1/2 ഇവിടെയും ഗുണിക്കുക. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ദിസ് 2 ഗെറ്റ് ക്യാൻസൽ ആൻഡ് ദി സൈൻ h ബൈ 2 ഇവിടെയുള്ള h ബൈ 2 ചേർന്ന് അതിൻ്റെ ആൻസർ 1. ഓക്കെ, സോ ഫൈനലി എവിടെ എത്തും? ഫൈനലി ഇങ്ങനെ എത്തും. കോസ് എക്സ് പ്ലസ് h ബൈ 2 കണ്ടോ? കോസ് എക്സ് പ്ലസ്
h by 2. Limit h tends to 0. ഇനി h ന്റെ വില കൊടുക്കുക. അപ്പോൾ cos ബ്രാക്കറ്റിനകത്ത് x plus what is h 0 0 by 2. So cos x. So this is the formula. എന്താണ് നമ്മുടെ ഫോർമുല? നമ്മുടെ ഫോർമുല derivative of sin x, d by dx of sin x, sin x. So the answer is what? Cos x. Okay, very important result ആണ് derivative of sin x is equal to cos x. പക്ഷേ derivative of cos x minus sin x ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ പഠിക്കാം. ഓക്കെ.